ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മയുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല എങ്കിലും ശ്രീധുവിനും കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കുടുംബത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ കേസിൽ തെളിവുകളുടെ അഭാവമാണ് പോലീസ് അന്വേഷണത്തെ കുഴപ്പിക്കുന്നത്. പ്രതി കുഞ്ഞിന്റെ അമ്മാവനായ ഹരികുമാർ ആണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും കൊലപാതക കാരണം വിശദീകരിക്കാൻ കഴിയുന്നില്ല. 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയതാണെന്ന് പ്രതിയായ അമ്മാവൻ ഹരികുമാർ കുറ്റസമ്മതം നടത്തിയെങ്കിലും അമ്മയെ കൊലപാതകത്തിൽ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ നമ്മളൊന്നും പറയാൻ പറ്റില്ല. ഈ സാഹചര്യത്തിലൊന്നും പറയാം. ഇന്ന് അവരെ കോസ്റ്റ്യൂം ചെയ്യാനും മറ്റും വിളിക്കുന്നത് ബാക്കി കാര്യങ്ങൾ എന്തായാലും അന്വേഷിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. സാഹചര്യ തെളിവുകളും മൊഴിയിലെ വൈരുദ്ധ്യവും പരിശോധിക്കുമ്പോൾ ശ്രീധുവിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുമാകില്ല. ഹരികുമാർ ഈ കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ്. മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലം കൂടിയാണ്. കുറച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ പറയണതല്ല, കുറച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്തിനെയും മൂത്ത മകൾ പൂർണ്ണേന്ദുവിനെയും മുത്തശ്ശി ശ്രീകലയെയും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വീണ്ടും ചോദ്യം ചെയ്തു. ശ്രീധു തന്നെയാണ് ഇതിന്റെ കഥാനായിക. ശ്രീധുവിന്റെ ഭർത്താവ് സ്വാഭാവികമായി ഇവിടെ വരുന്ന ആളല്ല. ശ്രീധുവിന്റെ ഭർത്താവിനെ വിളിച്ചു വരുത്തിയതാണോ അദ്ദേഹം സ്വയം വന്നതാണോ എന്നുള്ളതാണ്. വിളിച്ചു വരുത്തിയതാണെങ്കിൽ ഇത് ഈ കൊലപാതകം പ്രിപ്പയർഡാണ്. കാരണം അയാളെ തലയ്ക്ക് വച്ച് കെട്ടുക എന്നുള്ളതാണ്. ഹരികുമാറിന് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയത്തില്ല. ഇതിൻ്റെ ബ്രെയിൻ വേറെ ഉണ്ട്, അതിനൊന്നും തർക്കമില്ല. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡർ അല്ല ശ്രീധു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് നന്നായിട്ടാണ്. ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും സമാന്തരമായി പോലീസ് അന്വേഷിക്കുന്നു. ഇവർക്ക് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നോ എന്നും പോലീസിന് സംശയമുണ്ട്. ശ്രീധുവുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ശംഖുമുഖം ദേവിദാസനിൽ നിന്ന് മൊഴിയെടുത്തത്. കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും അന്ധവിശ്വാസം കാരണമായിട്ടുണ്ടോ എന്നാണ് സംശയം. പ്രതി ഹരികുമാറിന്റെ അന്വേഷണത്തിലുള്ള നിസ്സഹകരണം പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. പഴുതടച്ചുള്ള അന്വേഷണവുമായി പോലീസ് മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് സാധ്യത. എന്തായാലും ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്ന ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും തെളിവെടുപ്പുകൾ നടക്കുക. AK സ്റ്റെഫിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.